എല്ലാവർക്കും SP അടുക്കളയിലേക്ക് സ്വാഗതം. ഇതിൽ 10 എണ്ണം പച്ചമുളക്, പുതിനയില, കറിവേപ്പില, കുറച്ച് മല്ലിയില, പെരിഞ്ചീരകം, ഉലുവ, ഈ സാധനങ്ങളുണ്ട്. പുളിക്കാത്ത മസാല അതും കൂടി ഇതിലേക്ക് ചെറുതാക്കി അരിഞ്ഞെടുത്ത് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങൾ എടുത്തിട്ട് കുറേശ്ശെ ഇതിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. നമുക്ക് ഓരോന്നായി നമുക്കിതൊന്ന് കളയാണ് അതായത് പച്ചമുളക് മുറിച്ചതാണ്. അരി ഒന്ന് തിളപ്പിച്ചെടുക്കാം. പെരിഞ്ചീരകം ഇത്രയും സാധനം നമ്മൾ അടച്ചു വെക്കാം. വെളുത്തുള്ളിയും ചതച്ച് വെച്ചത്, ഒരു തക്കാളി അരച്ച് വെച്ചതാണ്, അതുകൂടെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില, 1 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ മല്ലിപ്പൊടി, നല്ലപോലെ 1 സ്പൂൺ പൊടി ചേർത്ത് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കും. അഞ്ച് മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. വെള്ളം തിളച്ചാൽ തുറന്ന് നോക്കാം. 1 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയ അരിയാണ് ഇന്ത്യക്ക് വേവിക്കുക. അരിയൊക്കെ അളവ് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഈ ചോറ് ഇമിരി കൊടുക്കാം. മല്ലിയില ഇട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ചോറിനൊക്കെ ഒരു പാത്രത്തിൽ ചോറ് ഇതിലേക്ക് തന്നെ ഇട്ടിട്ട് ഒന്ന് നമ്മൾ നല്ലപോലെ യോജിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് എരി കൊടുക്കാം. കശുവണ്ടി മുന്തിരി വറുത്ത് കോരിയതാവും കൂടെ ഇട്ട് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്